ഹലോ ഗൈസ്, നമുക്കറിയാം താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ സഹപാഠികൾ തന്നെ 5 പേര് ചേർന്ന് അതിക്രൂരമായിട്ട് അടിച്ചു കൊലപ്പെടുത്തിയൊരു വാർത്ത നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു. അതിലേറെ നമുക്കിപ്പോൾ സങ്കടം, ഈ കുറ്റകൃത്യം ചെയ്ത ഈ 5 വിദ്യാർത്ഥികളെ ഇന്ന് SSLC പരീക്ഷ എഴുതാനായിട്ട് അനുമതി കൊടുത്തു. അതെന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെവിടുത്തെ ന്യായമാണ്? ഒരു നീതിപീഠം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരാളുടെ അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ ജീവൻ ഇത്രേ വിലയുള്ളൂ. എന്തുകൊണ്ട് അതിന് കാരണക്കാരായിട്ടുള്ള ആ 5 വിദ്യാർത്ഥികൾ, ആ കഴിവേറികളായിട്ടുള്ള ആ മക്കൾക്ക് ഇന്ന് SSLC പരീക്ഷ എഴുതാനായിട്ട് അനുമതി കൊടുത്തു? വളരെയധികം സുരക്ഷയോടുകൂടി അവർക്ക് SSLC പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തു. അവർ SSLC പരീക്ഷ ഇന്ന് എഴുതി. ഒരുപാട് പ്രതിഷേധങ്ങൾ, പല പാർട്ടിയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പ്രതിഷേധം നടത്തി. പക്ഷെ അതിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ആളുടെ ജീവൻ ഇത്രേ വിലയുള്ളൂ. ആ ഒരു പയ്യൻ, അവൻ്റെ ജീവനും ജീവിതവും എല്ലാം നശിച്ചു. അതിലുപരി ആ ഒരു വീട്ടുകാരുടെ, ആ പയ്യൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് അവരുടെ മകനായിട്ടുള്ള ഷഹബാസും ഇന്ന് SSLC പരീക്ഷ എഴുതേണ്ടതായിരുന്നു. പക്ഷെ അവൻ ഇന്നില്ല. പക്ഷെ അവർ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആ 5 വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതി. അപ്പോൾ അവരാഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. കാരണം നമ്മൾ ആ ഒരു വോയിസ് റെക്കോർഡിൽ കേട്ടതുപോലെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്തല്ലോ, നമ്മൾ അടിയുണ്ടാക്കി, അതായത് കൂട്ടത്തല്ലിൽ ഒരാൾ മരണപ്പെട്ടാൽ അതിൽ കേസൊന്നും ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ സത്യമായില്ലേ? അവരാഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇവിടെ നഷ്ടമായത് ഷഹബാസിന് അവൻ്റെ ജീവൻ നഷ്ടമായി, അവൻ്റെ വീട്ടുകാർക്ക് അവരുടെ മകനെ നഷ്ടമായി. എന്ത് നീതിപീഠമാണ് ഇവിടെ? എന്ത് നീതിന്യായമാണ് ഇവിടെ? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നീതിന്യായം ഒന്നും ഇല്ല. നീതി ലഭിക്കില്ല. ഒരു മരിച്ചുപോയ ഷഹബാസിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല. അതിന് കാരണക്കാരായിട്ടുള്ള ഈ 5 വിദ്യാർത്ഥികളെ ഇന്ന് പരീക്ഷ എഴുതാനായിട്ടുള്ള അനുമതി കൊടുത്തത് എവിടെ ഇരിക്കുന്നവനാണെങ്കിൽ, അല്ലെ ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിൽ പോലും ആ അനുമതി കൊടുത്തവനെ ഇതേ അവസ്ഥ, അവൻ്റെ മകനോ അല്ലെ അവന് മകനോ മരുമകളോ അല്ലെ പേരക്കടാവോ ഉണ്ടെങ്കിൽ അതിന് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നാൽ ഈ പറയുന്ന കൊമ്പത്തിരിക്കുന്ന അവന്മാർ ഇതുപോലുള്ള നീതിയും ന്യായം നടപ്പിലാക്കുമോ? ഒരിക്കലുമില്ല. മറ്റുള്ളവർക്ക് വന്നാൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ കൊലപ്പെടുത്താൻ, അതായത് ഈ 5 വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വലിയ പിടിപാടുള്ളവരായിരുന്നു. അവർ സർക്കാർ ഉദ്യോഗസ്ഥർ. അതുപോലെ ഒരുത്തൻ്റെ അച്ഛൻ എന്തോ ഗുണ്ടാ തലവനായിരുന്നു. അതുപോലെ ബാക്കി വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അവർക്ക് പിടിപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ കൊമ്പത്ത് കയറി അങ്ങ് പിടിച്ചു. അവരുടെ മക്കൾ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തു, ഒരുത്തൻ്റെ ജീവൻ അങ്ങ് കളഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല. അവൻ്റെ ഇപ്പോൾ ഈ 5 നായിൻ്റെ മക്കളെ ഇട്ടിരിക്കുന്നത് എവിടെയാണ്? ചൈൽഡിൻ്റെ ജയിലിലാണ്. ജയിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുറച്ച് നാൾ അവന്മാരെ അവിടെ ഇടും, അത്രയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവന്മാർ ചെയ്ത തെറ്റ്, അതിൻ്റെ വ്യാപ്തി എന്തോരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കും. ഒരു വിദ്യാർത്ഥിയെ, സഹപാഠിയായിട്ടുള്ള വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് അവർ പ്ലാൻ ചെയ്തു. ക്രിമിനൽ മൈൻഡ്, അവർ പ്ലാൻ ചെയ്താണ് ആ ഒരു വിദ്യാർത്ഥിയെ അവർ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ട്. ആ ചെറുക്കൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. കാരണം തലച്ചോറിൽ അത്രയേറെ ക്ഷത ഏറ്റിട്ടുണ്ട്. എന്തോ ഒരു ആയുധം വെച്ചിട്ടാണ് ആ ചെറുക്കൻ്റെ തല തല്ലി പൊളിച്ചത്. എന്നിട്ട് ആ ചെറുക്കൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് അതിന് കാരണക്കാരായിട്ടുള്ള ഇവനെയൊക്കെ അതേ രീതിയിൽ ഇവനെയൊക്കെ കൊല്ലാനുള്ളതിന് അവനൊക്കെ പരീക്ഷ എഴുതാൻ, എന്തിനു വേണ്ടി പരീക്ഷ എഴുതുന്നു? അവനൊക്കെ നാളെ അവൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാകണം. അതിനു വേണ്ടിയിട്ട് ഇന്ന് ഷഹബാസ് ഇല്ല പരീക്ഷ എഴുതാൻ, അവൻ്റെ ജീവൻ നഷ്ടമായി. പക്ഷെ അതിന് കാരണക്കാരായിട്ടുള്ളവർ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിലും അവർക്ക് പരീക്ഷ എഴുതാം, അവർക്ക് നല്ല സുഖജീവിതം, നല്ല ഫുഡും എല്ലാ സംരക്ഷണത്തോടു കൂടി അവർ പരീക്ഷ എഴുതും, അവർ ജീവിക്കും. അവർ കുറച്ച് നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങും, വീണ്ടും ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ അവന്മാർ ചെയ്യും. അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ പോലുള്ളവർ ഇതുപോലെ എത്ര കിടന്ന് വായിട്ടലച്ചാലും നമ്മുടെ നിയമം മാറില്ല. ഇന്നൊരു ടീച്ചറിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന സംഭവം നടന്ന സ്കൂളിലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ്. ആ അധ്യാപികയുടെ വാക്കുകളുണ്ടല്ലോ, തികച്ചും സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ. അത് നമുക്കൊന്ന് കാണാം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു, ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ TV കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക.
ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അതിന്റെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകാൻ അല്ലേ ഞാൻ പോയില്ല. താമരശ്ശേരി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു അധ്യാപികയുടെ വാക്കുകൾ കേട്ടില്ലേ? കറക്റ്റ്. അവർ പറയുന്നത് 100% സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ. നമ്മൾ ഓരോ ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇത് എവിടുത്തെ നിയമമാണിത്? ആ ഒരു പയ്യൻ്റെ ജീവൻ ഇല്ലാതാക്കിയ അതിന് കാരണക്കാരായിട്ടുള്ള 5 പേർക്ക് ഇന്ന് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തു. അത് നിയമത്തിൻ്റെ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവനെയൊക്കെ ആദ്യം അടിച്ച് താഴെ ഇടണം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ നെറുകേട് കാണിച്ച ഈ 15 വയസ്സുള്ള ഇവന്മാർക്ക് ഈ ഒരു അനുമതി കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. അവന്മാരെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. പക്ഷേ പ്രതിഷേധങ്ങൾക്കൊക്കെ പുല്ല് വില. അവിടെ പോലീസുകാർ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന അവന്മാർ പരീക്ഷ എഴുതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നമുക്ക് ആരെ വേണേലും എന്ത് വേണേലും ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല. അവരുടെ പ്രായവും അവരുടെ ആ ഒരു എല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു ശിക്ഷയും കിട്ടത്തില്ല. ഇതൊന്നുമല്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഷഹബാസ് എന്ന് പറയുന്ന ആ പയ്യൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മകൻ ഇന്നൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവനും ഇന്ന് പരീക്ഷ എഴുതേണ്ടതാണ്. പക്ഷേ അവനില്ല. അവനെ കൊന്ന ആ ഒരു 5 വിദ്യാർത്ഥികൾ ഇന്ന് പോലീസ് അകമ്പടിയോടുകൂടി പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി അവന്മാർ പരീക്ഷ എഴുതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നിയമമാണ് ഏറ്റവും വലിയ തോൽവി അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത്. നമ്മുടെ നിയമം നല്ലതാണെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൂരതകൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കും? ഒരിക്കലുമില്ല. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ, തല വെട്ടണം, അല്ലെ കൈകാല് വെട്ടണം. അങ്ങനെയുള്ള ശിക്ഷാവിധികൾ അല്ലെ അങ്ങനെയുള്ള നിയമങ്ങൾ വരുവാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന ഈ ക്രൂരതകളും ഈ വെട്ട് കുത്ത് കൊല അതെല്ലാം ഒഴിവാകും. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് വാർത്തകൾ. ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു നിയമം തന്നെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആ 5 വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിയമം അല്ലേ, കോടതി അല്ലെങ്കിൽ അതിൻ്റെ മേളിലിരിക്കുന്ന ആൾക്കാർ പോലീസുകാർക്ക് എന്താ പറയുക, പോലീസുകാർക്ക് അതിനുള്ള ഒരു അനുമതി കൊടുക്കുകയാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ പരീക്ഷ എഴുതിപ്പിക്കണം എന്നുള്ള. അപ്പോൾ പിന്നെ പോലീസുകാർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. അവരതിന് വേണ്ടിയിട്ട് ആ ഒരു വിദ്യാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇന്ന് പരീക്ഷ എഴുതിപ്പിച്ചു. എന്തായാലും ഞാൻ പറയുന്നത് ഇവന്മാരെ എവിടെയാണോ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുവരുന്നത് അവിടെ ചെന്നിട്ട് ഒരു കല്ലുകൊണ്ടാണെങ്കിലും എറിയണം. അതാ ചെയ്യേണ്ടത്. നമുക്കൊക്കെ മക്കളുണ്ടല്ലേ, നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരികയാണ്. ഈ ഒരു സമൂഹത്തിലാണ് വളർന്നു വരുന്നത്. ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു പ്രചോദനം തന്നെയാണ്. കാരണം അവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം, ആരെ വേണമെങ്കിലും കൊല്ലാം. അവർ വിദ്യാർത്ഥികളല്ലേ, അപ്പോൾ അവർക്ക് അനുമതിയുണ്ട്. നിയമത്തിൻ്റെ പ്രത്യേക അനുമതിയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. സംരക്ഷിക്കാൻ നിയമവും നിയമവ്യവസ്ഥയും പോലീസുകാരും ഒക്കെ ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ ഈ ഒരു കൊലപാതകവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനത്തോടും നിയമവ്യവസ്ഥയോടും വെറും പുച്ഛം മാത്രം. ഇതൊക്കെ ഭരിക്കുന്നവരെ അല്ലെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ മേളിലിരുന്ന് ഓർഡർ ഇടുന്നവനെയൊക്കെ കാണുകയാണെങ്കിലുണ്ട് മുഖത്ത് കാർക്കിച്ച് തുപ്പണം. അതാണ് വേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ.